ഹലോ ഓൾ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആക്ച്വലി 30 ദിവസത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ചിരിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിൻ്റെ 5ാം ക്ലാസ്സിൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കാര്യമായിട്ട് മനസ്സിലാവില്ല. എനിക്ക് കുഞ്ഞുങ്ങളുടെ അടുത്ത് 3 കാര്യങ്ങളും വോളണ്ടിയേഴ്സിനോട് 3 കാര്യങ്ങളും ആണ് പറയാനുള്ളത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. കിംസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്ന അരവിന്ദ് സാറും, അതേപോലെ തന്നെ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഹരികുമാർ സാറും സന്തോഷ് സാറും എല്ലാവരും ഒത്തിരി അധികം സ്നേഹത്തോടു കൂടിയിട്ട് വെൽക്കം ചെയ്യുന്നു. ആൻഡ് കുഞ്ഞുങ്ങളും വോളണ്ടിയേഴ്സും, യു ആർ ദ ഹീറോസ് ഓഫ് ദിസ് ഹോൾ പ്രോജക്റ്റ്. കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇപ്പൊ വെൽക്കം ചെയ്തു അല്ലേ? എന്നെ തെറ്റുണ്ടായിരുന്നോ? തെറ്റിയപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നോ? ഞാൻ വന്നില്ലേ എന്നിട്ട് കറക്റ്റ് സമയത്ത്? ഓക്കെ. നിങ്ങൾക്ക് ചേച്ചിമാരും ചേട്ടന്മാരും എന്തൊക്കെയാ പറഞ്ഞു തന്നെ? മാത്സ് പറഞ്ഞു തന്നു, ഇംഗ്ലീഷ് പറഞ്ഞു തന്നു, സയൻസ് പറഞ്ഞു തന്നു, കമ്പ്യൂട്ടർ പറഞ്ഞു തന്നു, സ്പോർട്സ് പറഞ്ഞു തന്നു, ഫൈനാൻസിനെ പറ്റി പറഞ്ഞു തന്നു, കരിയറിനെ പറ്റി പറഞ്ഞു തന്നു. പക്ഷെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം പറഞ്ഞില്ലല്ലോ. അച്ചടക്കം പറഞ്ഞു തന്നു എന്നുള്ളത് വളരെ കറക്റ്റ് ആണ്. എന്നും കുറുപ്പം കാലയിൽ അളക ചേച്ചി വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, മക്കളെ തെറ്റിച്ചാലും കുഴപ്പമില്ല, പഠിക്കാതിരിക്കുന്നതാണ് പ്രശ്നം. എപ്പോഴും പറയാറുണ്ടോ ഇല്ലയോ? എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും പറയാറുണ്ടോ ഇല്ലയോ? തെറ്റിക്കാൻ പേടിയുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കും. തെറ്റിക്കാൻ പേടിയില്ലെങ്കിൽ ജീവിതം മുഴുവനും നിങ്ങൾ പഠിക്കും, നിങ്ങൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവും. ഓക്കെ ആണോ? എല്ലാവരും നിങ്ങളുടെ വോളണ്ടിയേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന, നിങ്ങളുടെ ചേച്ചിമാരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങൾ ധൈര്യമായിട്ട് തെറ്റ് വരുത്തി പഠിച്ച് ജീവിതത്തിൽ മുന്നേറണം എന്നുള്ളത്. ഓക്കെ ആണോ? ഇനി 2ാമത്തെ കാര്യം എന്താ പറഞ്ഞു തന്നെ? നിങ്ങൾ കുറേ പേര് പ്രശ്നങ്ങൾ ലിസ്റ്റ് ചെയ്തു, ആണോ അല്ലയോ? കുറേ പേര് പ്രശ്നങ്ങൾ എഴുതി വെച്ചു. എന്നിട്ട് ആരാണ് അത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചത്? നിങ്ങൾ തന്നെ പരിഹരിക്കാൻ ശ്രമിച്ചോ? നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. അവിടെ ഒരു പ്ലാസ്റ്റിക് കഷ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. ബിക്കോസ് യു ഹാവ് ദ പവർ. നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി പറയാം. ബിക്കോസ് യു ഹാവ് ദ പവർ. പലപ്പോഴും പഞ്ചായത്ത് ഓഫീസിലും എസ് ടി ഡിപ്പാർട്ട്മെന്റിലും ശരിക്കും ഒത്തിരി നല്ല ഓഫീസേഴ്സ് ആണ് പലരും അവിടെ ഇരിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ പോയി അത് സംസാരിക്കുമ്പോൾ അപ്പം തന്നെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വന്നില്ലേ? ഇവിടത്തെ നേരത്തെ പറഞ്ഞതുപോലെ കളക്ടർ സാർ ഉൾപ്പെടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പോയി പറയുമ്പോൾ അത് പരിഹരിക്കാൻ സത്യമായിട്ടും ശ്രമിക്കാറുണ്ട്. വെരി ക്ലോസ്ലി വിത്ത് ഹിം. അപ്പൊ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ആവണമെന്ന് നിർബന്ധമില്ല. ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാനായിട്ട് സഹായം ചോദിക്കാം. അത് പക്ഷെ നിങ്ങൾ ചെയ്യണം. ഓക്കെ ആണോ? ഇപ്പൊ വലിയ കുട്ടികളാകുമ്പോൾ ഇപ്പൊ തന്നെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇടിയിപ്പിക്കാൻ പറ്റുമെങ്കിൽ, ആംബുലൻസ് വാങ്ങിക്കാനുള്ള സർവേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, 6ാം ക്ലാസ്സിലാണ് നിങ്ങൾ ഇത് ചെയ്തത്, 7ാം ക്ലാസ്സിലാണ് ചെയ്തത്, വളർന്നു വരുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ. ഇനി 3ാമത്തെ കാര്യം, നിങ്ങൾക്ക് തെറ്റുകളൊക്കെ തിരുത്തുമ്പോൾ, ഹോംവർക്ക് ചെയ്യുമ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരും എന്താ തന്നെ? സ്റ്റാർ തന്നാ. അതെന്താ 3 തരാത്തെ? ഞങ്ങളൊക്കെ ഭയങ്കര ആലോചിച്ചിട്ടാണ് സ്റ്റാർ തന്നെ. അതെന്താ കാര്യം എന്നറിയോ? സ്റ്റാർ ചെറുതാണെങ്കിലും തനിയെ പ്രകാശിക്കുന്നതാണ്. ആണോ അല്ലയോ? തനിയെ പ്രകാശിക്കുന്നതാണ്. പക്ഷെ 3 വേറൊരാളുടെ പ്രകാശത്തിൽ പ്രകാശിക്കുന്നതാണ്. ഇപ്പൊ കുറേയേറെ പേര് നിങ്ങളെ സഹായിക്കുന്നുണ്ട്, നിങ്ങൾ അറിയാതെ തന്നെ. പലപ്പോഴും ഞങ്ങൾ ടിഒസിനെയൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്കും ഞങ്ങളെ ചോദിച്ച് ഇവിടെ ട്രാൻസ്ഫർ വാങ്ങിച്ച് വരുന്നതാണ്. കാരണം ഇവരെ നമുക്ക് സഹായിക്കണം എന്നുണ്ട്.
കളക്ടർ സാർ ആണെന്നുണ്ടെങ്കിലും ഇവരെ നമുക്ക് പഠിപ്പിച്ച് വളർത്തണം എന്നുണ്ട്. ഇവിടുത്തെ ഫെസിലിറ്റേറ്റേഴ്സ് ആണെങ്കിലും വോളണ്ടിയേഴ്സ് ആണെങ്കിലും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പ്രകാശിക്കുന്നത് പലപ്പോഴും ബാക്കിയുള്ളവരുടെ സഹായത്തിലാണ്. പക്ഷേ നിങ്ങൾ പ്രകാശിക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തനിയെ പ്രകാശിക്കണം. ഞാൻ ഒരിക്കൽ എനിക്ക് തോന്നുന്നു ഒരു പഠനമുറിയിൽ വന്നപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ എഴുതിയിട്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ എഴുതിയിട്ട ഒരു സാധനമാണ് ഞങ്ങള് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് എഴുതാൻ പാടില്ലാത്ത ഒരു കാര്യമാണിത് അല്ലെ. അപ്പൊ അതിനെ തിരിച്ചു ചോദിക്കാനായിട്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം അത് നെഗറ്റീവാണ്. നിങ്ങള് സ്റ്റാർസിനെ പോലെ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാര് നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നുണ്ട്. ഈ ചേട്ടന്മാരും ചേച്ചിമാരും നിങ്ങളെ കാണുന്നത് അവര് ഒരു ശരീരമായിട്ടോ അല്ലെ ഇന്ന വീട്ടിലാണ് ജനിച്ചെന്നുള്ളതല്ല, അനിയത്തിമാരോ അനിയന്മാരോ ആയിട്ട് പോലും അല്ല നിങ്ങൾ കാണുന്നത്. നിങ്ങളെ മക്കളെ പോലെയാണ് കാണുന്നത്. ഞാൻ പലപ്പോഴും പഠനമുറികളിൽ ചെല്ലുമ്പോൾ അവിടെ കുറെ ഇല ഒന്നിച്ചിട്ടിട്ട് ചുറ്റും ഇരുന്ന് എല്ലാവരും ഒന്നിച്ച് കഴിക്കും. അത് കാണുമ്പോൾ ഉണ്ടാവുന്ന അതിൽ ആരാണ് വലുതെന്നോ ആരാണ് ചെറുതെന്നോ ആരാണ് ആൺകുട്ടിന്നോ ആരാണ് പെൺകുട്ടിന്നോ ആരാണ് ഏത് മതത്തിലെന്നോ ഒന്നുമില്ല. നിങ്ങളെ മക്കളെ പോലെയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണം എന്നാണ്. അതിന് ഏറ്റവും പല വഴികളുണ്ട്. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് പഠിക്കുക എന്ന് പറയുന്നതാണ്. അതിന് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. എത്രത്തോളം പോസിബിൾ ആണോ അത്രത്തോളം ഉണ്ടാവും. നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. ഇനി വോളണ്ടിയേഴ്സിൻ്റെ അടുത്താണ് പറയാനുള്ളത്. ഞങ്ങൾ സാധാരണ വൈൻഡപ്പ് വെക്കുമ്പോഴത്തേക്കും ഓൾ സെയിൻറ്റ്സ് വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ നെടുമങ്ങാട് കോളേജ് എന്ന് പറഞ്ഞിട്ടാണ്. ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം വി ആർ വെരി പ്രൗഡ് ടു കോൾ ഇൻസൈറ്റ് വോളണ്ടിയേഴ്സ്. കാരണം ഞങ്ങൾക്ക് എപ്പോഴും പേടിയാണ്. ഇൻസൈറ്റിനായിട്ട് വോളണ്ടിയേഴ്സ് സാധാരണ ഞങ്ങൾ വളരെ കുറവാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഐ ഡോണ്ട് നോ, ഈ വീഡിയോ ഞാൻ ആക്ച്വലി അതിൻ്റെ എഡിറ്റ് ഉൾപ്പെടെ ഞാൻ ഫൈനൽ കട്ട് കണ്ടില്ല. ബിക്കോസ് ഐ റിയലി വാണ്ടഡ് ടു എക്സ്പീരിയൻസ് ഇറ്റ് വിത്ത് എ ടീം. നിങ്ങൾ ചെയ്തിരിക്കുന്നത് absolutely magical. ഞാൻ എത്ര വോളണ്ടിയേഴ്സ് ആക്ച്വലി, how many of you feel that you have transformed? 60 കൈയുണ്ടോ? എല്ലാവരും ട്രാൻസ്ഫോം ആയോ? എനിക്ക് ഉറപ്പാണ് നിങ്ങളെല്ലാവരും ട്രാൻസ്ഫോം ആയി. ഞാൻ എന്താ കാര്യമെന്ന് പറയാം. പലപ്പോഴും എനിക്കൊന്ന് ജോഷുവയുടെ കൂടെ ഞാനൊരിക്കൽ കാറിൽ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ജോഷു പറഞ്ഞു, ഞാൻ ഒരാഴ്ച ഞാൻ വെക്കേഷനാണ്, ദുബായിൽ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നതാണ്. 3 ദിവസം നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. ബട്ട് ദെൻ ഭയങ്കരമായിട്ട് ഫ്ലഡ് ഉണ്ട്. ചേച്ചിക്ക് അറിയാമല്ലോ, ദുബായ് അറിയാമല്ലോ. ജബുലാലിൽ നിന്നും നമ്മൾ മറ്റേ അൽ ഖറാമയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഫസ്റ്റ് എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അണ്ടർ പാസിൽ ഫുൾ വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസിൽ സഞ്ജു ചോദിക്കുന്നുണ്ടായിരുന്നു, എടാ പാങ്കാവിലോട്ട് എങ്ങനെ പോകും? അതുണ്ടല്ലോ ചേട്ടാ, വാലിപ്പാറയിൽ നിന്നും ആ തേരി കയറിയിട്ട് പോയില്ലേ, ആ കാട്ടിൻ്റെ ഇട റോഡ് വഴി പോവില്ലേ, അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും വലത്തോട്ട് തിരിയുമ്പോഴത്തേക്കും 4 കൂടുന്ന ജംഗ്ഷൻ്റെ അവിടെ നിന്നും ചേട്ടൻ പോയാൽ ഇത് ഈ ജബുലാലിയിലേക്ക് എക്സിറ്റും റൗണ്ട് അബൌട്ടും മറ്റേ അണ്ടർപാസും എല്ലാം പറഞ്ഞ അതേ നാക്കുകൊണ്ട് ഇപ്പോഴത്തെ തനി ലോക്കൽ ലാംഗ്വേജിൽ ഒരാൾ സംസാരിക്കുന്നത് പാർട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. പലപ്പോഴും നിങ്ങളുടെ അവിടെ കയറുമ്പോൾ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് നിങ്ങൾ എങ്ങനെ ട്രാൻസ്ഫോം ആയി എന്നുള്ള ഒരു സെൻറ്റൻസും കൂടി ഞാൻ പറയാം. പലപ്പോഴും നിങ്ങളുടെ പഠനമുറി കയറുമ്പോൾ ഉണ്ടല്ലോ, ഈ ആദ്യമൊക്കെ മറ്റേ ബോംബെയിൽ നിന്ന് വന്ന പുള്ളിക്കാരിയൊക്കെ ഈ സിനിമ ആക്ട്രസിനെ പോലെ ഇങ്ങനെ തലമുടിയൊക്കെ ചുരുട്ടി ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ വന്ന് നിന്ന 3-ാമത്തെ ദിവസം ആ പഠനമുറിയിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു നൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നൈറ്റി ഇങ്ങനെ മടക്കി കുത്തിയിട്ട് ചേച്ചി വാ ചേച്ചി ഞാൻ ചായ ഇട്ട് തരാം എങ്ങനെ പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ സ്വന്തം ആളായിട്ട് അവിടെ നിന്ന് അങ്ങനെ കുട്ടികളുടെ കൂടെ നിന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ ട്രാൻസ്ഫോം ആയതും അവർ ട്രാൻസ്ഫോം ആയതും. ആൻഡ് വൺ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ദിസ് സമ്മർ, ഈ വേനൽക്കാലം എന്ന് പറയുന്നത് വൺ ഓഫ് ദ
ഹോട്ടസ്റ്റ് ആയിരുന്നു, നമുക്ക് ഹോട്ടസ്റ്റ് ആയിരുന്നു. നിങ്ങളുടെ അവിടെ വരുമ്പോൾ നിങ്ങൾ വിയർത്ത് കുളിച്ച് അങ്ങനെ ഇറ്റിറ്റ് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വിയർപ്പ് വീഴുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത്രയ്ക്കും ചൂട് അനുഭവിക്കുന്നുണ്ട്. പല പഠനമുറികളിലും ഫാൻ ഉൾപ്പെടെ ഇല്ല. പക്ഷേ എല്ലാവരുടെ മുഖത്തും ചിരിയുണ്ട്, എല്ലാവരുടെ കണ്ണിലും തിളക്കമുണ്ട്. ആൻഡ് ദാറ്റ് ഷോസ് ദാറ്റ് നിങ്ങളുടെ ഫിസിക്കൽ ലിമിറ്റേഷൻ, നിങ്ങളുടെ മെൻ്റൽ ലിമിറ്റേഷൻ, പേടി എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ലൈഫ് ഹാസ് ടച്ച്ഡ് യു. ആൻഡ് ദാറ്റ് ലൈഫ് ഹാസ് ടച്ച്ഡ് യു. ആൻഡ് ഈ ട്രാൻസ്ഫോർമേഷൻ കുഞ്ഞുങ്ങളിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ you can't do it with maths, you can't do it with English, you can't do it with any subject. You can only do it because you have given a part of your life. And ഇതിൽ നിങ്ങളെല്ലാവരും ഗ്രോ ചെയ്തു, നിങ്ങൾ വളർന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം. നിങ്ങൾ അവിടെ എക്സിബിഷൻ കുഞ്ഞുങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്കും പുറത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പുറത്ത് നിങ്ങൾ വോളണ്ടിയേഴ്സ് നിന്നൊരു നിപ്പുണ്ടല്ലോ, ഈ ചങ്കിടിപ്പോട് കൂടിയിട്ടാണ് നിങ്ങളെല്ലാവരും അവിടെ നിൽക്കുന്നത്. ഈശ്വരി കുട്ടികൾ ശരിക്കായിട്ട് പറയുമോ, കറക്റ്റായിട്ട് പറയുമോ, ഇവർ ഈ ഡയലോഗ് ഓർമ്മിക്കും. അതേ സ്നേഹമൊക്കെ ഇവിടെ ആങ്കറിങ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കും. നമ്മുടെ മക്കൾ ഇവിടെ വന്ന് നിൽക്കുന്ന അഭിമാനവും നിങ്ങൾക്കുണ്ട്, അതേപോലെ പേടിയും ഉണ്ട്, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. സി യു ഹാവ് മെയ്ഡ് ദം പാർട്ട് ഓഫ് യുവർ ലൈഫ്, ദേ ആർ യു നൗ. അപ്പോൾ that is a reason you have grown so much. So one more thing, ഈ ഒരു ഹാപ്പിനെസ് you have understood that ഈ ഒരു ഹാപ്പിനെസ്സിലാണ് നിങ്ങൾക്ക് ഫുൾ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ബാക്കിയുള്ളവരെ ഏറ്റവും നന്നായിട്ട് സഹായിക്കാൻ പറ്റുന്നത്. ഡോണ്ട് എവർ ലൂസ് ഇറ്റ്, ബിക്കോസ് ഡൗൺ ദ ലൈൻ വെൻ യു ഗോ ടു എ കോർപ്പറേറ്റ് ഓർ വെൻ യു ഗോ ടു എനി അതർ ഫീൽഡ്, അത് ഭയങ്കര ഫോമലാവും. യു വിൽ ലൂസ് ഹാപ്പിനെസ്. ആ വർക്കിൻ്റെ ഹാപ്പിനെസ് ലൂസ് ചെയ്യുക എന്ന് പറയുന്നത് വൺ ഓഫ് ദ വേഴ്സ്റ്റ് തിങ്സ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു യു, ആൻഡ് ഡോണ്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ. സി, കോർപ്പറേറ്റ് ഫീൽഡ് ഇസ് ഓൾ അബൌട്ട് അപ്ഡേറ്റ്സ്, ബട്ട് വർക്കിംഗ് വിത്ത് ലൈഫ് ഇസ് ഓൾ അബൌട്ട് സ്റ്റോറീസ്. So make sure that you have enough stories in your life. ഈ ഒരു മാസം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഥകളെന്ന് പറയുന്നത് അത്രയ്ക്കുണ്ട്. ലൈക്ക് മിനിമം 100 കഥകൾ ഉണ്ടാവും ഇല്ലേ നിങ്ങൾക്ക് പോയി പറയാൻ. ലെറ്റ് യുവർ ലൈഫ് ബി ലൈക്ക് ദാറ്റ്. ഡോണ്ട് എവർ ലൂസ് ഇറ്റ്, ഡോണ്ട് എവർ ലൂസ് ഇറ്റ്. ലാസ്റ്റ് എൻ്റെ പിള്ളേരെ കുറിച്ചിട്ട് എനിക്ക് ഓഫ് കോഴ്സ് പറയണം. ഫാത്തിമ, ഗൗരി, ഗൗതം, അഖിൽ, you guys were absolutely stunning. ഈ ഒരു പ്രോജക്റ്റ് ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ somebody told you would require a god-like coordinator to implement this in the ഫാത്തിമ ഉണ്ടായിരുന്നു, ഗൗരി ഉണ്ടായിരുന്നു ഇനിഷ്യലി. ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടിയിട്ട് എബൌട്ട് 3000 കിലോമീറ്റേഴ്സാണ് ഈ ഒരു മാസം ട്രാവൽ ചെയ്തത്. ആൻഡ് ദാറ്റ് ടു ഇൻ എ സ്കൂട്ടർ, നോർമൽ സ്കൂട്ടറും നടപ്പും KSRTC ബസ്സും, ബിക്കോസ് നമുക്ക് കാശ് ലാഭിക്കണം എന്ന് പറഞ്ഞിട്ട് KSRTC ബസ്സും. സോ ഈ ഒരു ഓട്ടമായിരുന്നു A to Z, രാത്രി പകലില്ലാതെ ആ കുട്ടികൾ അത്രയും കഷ്ടപ്പെട്ടു. ആൻഡ് ഓഫ് കോഴ്സ് ഗൗരി ഇടയ്ക്ക് വെച്ചിട്ട് ഫാത്തിമയ്ക്ക് ആക്സിഡൻ്റ് ആയി. ഗൗരി ഹാസ് ചേഞ്ച്ഡ് സോ മച്ച്. ഗൗരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഷി വോണ്ട് ലെറ്റ് പീപ്പിൾ ഇൻ ടു ഹർ ലൈഫ്. ബട്ട് ആഫ്റ്റർ ദിസ് പ്രോജക്റ്റ് ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ കിണറി ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ആവശ്യം കൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് കിണറി ചാടും. ഷീ ഹാസ് ലെറ്റ് ഓൾ ഓഫ് us into her life. That is one of the achievements, that is one of the honors that we have. ഫാത്തിമ again 9 വർഷമായി, 9ാം ക്ലാസ് തുടങ്ങിയിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. ദിസ് ഈസ് വൺ ഓഫ് അവർ ബെസ്റ്റ് വർക്ക്സ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്കൊക്കെ ദേവൻ ചേട്ടൻ ഫൈനാൻസിൻ്റെ ക്ലാസ് ഫാത്തിമ ചേച്ചീനെ വെച്ചിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. Fatima Chechi is one of the persons you can always look up to. You have to be like Fatima Chechi. And Gautam, ഞങ്ങൾ സ്പോർട്സ് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. Your team and you, no words to say. അത്ര സന്തോഷമുണ്ട് മോനെ that you have decided to join us. We are very very honored to have you with us. And again അഖിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആയിരുന്നു, ഫുൾ ആൻഡ് ഫുൾ. And always with smile. Thank you so much guys. അപ്പോൾ ഈ ചേഞ്ച് എല്ലാം ഡു കീപ്പ് ഇറ്റ് അപ്പ്. ഇടയ്ക്കൊക്കെ നമുക്ക് വീണ്ടും കാണണം. ആൻഡ് ഇൻസൈഡ് വോളണ്ടിയേഴ്സ്, ബി വിത്ത് us. We can create a revolution. Okay? Thank you so much.